ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി നടത്താനിരുന്ന അത്താഴ വിരുന്നിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് കേരള, ബംഗാൾ, ഗോവ ഗവർണർമാരാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെ ഡിന്നർ വിവാദമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റമെന്നാണ് വിവരം. കൃത്യമായി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം അന്വേഷിച്ച് കുറ്റപത്രമൊക്കെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. നിരീക്ഷണത്തിലുള്ള സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ കേരള, ഗോവ അതുപോലെ തന്നെ ബംഗാൾ ഗവർണർമാർക്ക് മുഖ്യമന്ത്രി സ്വന്തം ക്ലിഫ് ഹൗസിൽ ഒരു വിരുന്നൊരുക്കുന്നത്. പക്ഷേ അപകടം മണത്ത ഗവർണർമാർ അതിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. രാജ്ഭവനിൽ കുടുംബസമേതം ആഴ്ചകൾക്ക് മുമ്പ് എത്തിയായിരുന്നു മുഖ്യമന്ത്രി രാജേന്ദ്ര ആർലേക്കറെ ഡിന്നറിനെ ക്ഷണിച്ചിരുന്നത്. അന്ന് ഡിന്നറിന് മാത്രമല്ല, രാജ്ഭവനുള്ളിൽ പ്രഭാത സവാരിക്കും ഗവർണർ മുഖ്യമന്ത്രിയും തിരിച്ച് ക്ഷണിച്ചിരുന്നു. ഇപ്പോഴിതാ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെയും ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിനെയും മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ക്ഷണിച്ചത്. ആദ്യം അത്താഴത്തിന് വരാൻ ഗവർണർമാർ ഒരുക്കമായിരുന്നു. എന്നാൽ ഈ ഒരുക്കമാണെന്ന് പറഞ്ഞ സമയത്തൊന്നും തന്നെ മാസപ്പടി വിവാദത്തിൽ SFI കുറ്റപത്രം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരു വിവാദം വീണ്ടും ചർച്ചകളിലേക്ക് വരികയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പച്ചക്കൊടി നൽകിയില്ലെന്നാണ് സൂചന. കേന്ദ്രവും ഇതിന്റെ അപകടം മണത്തുകാണും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കേന്ദ്ര ഏജൻസിയായ SFI അന്വേഷിച്ച കേസിൽ കുറ്റപത്ര പ്രകാരം പ്രതിയാണ്. 11ാം പ്രതിയാണ് മുഖ്യമന്ത്രി മകൾ വീണ വിജയൻ. വീണയ്ക്കെതിരെ ED അന്വേഷണവും നടക്കുന്നുണ്ട്. CBI എത്താൻ സാധ്യതയുണ്ട്. കേസിൽ പ്രതിയായ വ്യക്തിക്കൊപ്പം ഗവർണർമാർ വിരുന്നിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചുവെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാണ് ആദ്യം മുഖ്യമന്ത്രിയോട് നോ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടെ ഡിന്നർ തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുമെന്ന് ഗവർണർമാർ വിലയിരുത്തിയെന്നാണ് സൂചന. ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനും പങ്കെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അന്ന് ആ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ് ലഭിച്ചത്. അന്ന് ആ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രാധാന്യം ലഭിക്കാൻ മറ്റൊരു കാരണം കേന്ദ്ര ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കണ്ടു എന്നുള്ള രീതിയിലായിരുന്നു ആ വാർത്ത പരന്നത്. അതിന് വലിയ ഹൈപ്പ് തന്നെയായിരുന്നു ഇവിടെ ലഭിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സാഹചര്യത്തിൽ മലയാളികളായ ഗവർണർമാർക്കെല്ലാം കൂടി ഡിന്നർ നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം എത്തിയതും. CPM പാർട്ടി കോൺഗ്രസ് ED കഴിഞ്ഞത്. അതിൽ മലയാളിയായ MA ബേബി ജനറൽ സെക്രട്ടറിയായി. EMS നമ്പൂതിരിപ്പാടിന് ശേഷം CPMന്റെ പരമോന്നത പദവിയിലെത്തുന്ന നേതാവാണ് ബേബി. കേരളത്തിൽ മാത്രമാണ് CPMന് ഭരണമുള്ളത്. എന്നിട്ടും ബേബിയെ മുഖ്യമന്ത്രി ക്ഷണിച്ച് വേണ്ട രീതിയിൽ ആദരിച്ചില്ലെന്ന പരാതി CPMൽ സജീവമാണ്. ബേബിയെ ഡിന്നറിനും പിണറായി ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. ഇതിനിടെയാണ് 27-ന്, അതായത് ഇന്ന് രാത്രി ഗവർണർമാർക്ക് വേണ്ടി ഡിന്നർ ഒരുക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. ഇതൊന്നും CPM മുഖ്യമന്ത്രിമാർ ചെയ്യുന്ന ഒരു പതിവുള്ള കാര്യമല്ല. നിലവിലെ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഗവർണർമാർക്കെതിരെ കടുത്ത നിലപാടിലാണ് CPM. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കൂടി ഈ നിമിഷത്തിൽ ഓർക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു ഇവിടെ നിന്ന് പടിയിറങ്ങുന്നതിന്റെ അവസാന നിമിഷം വരെ കേരള സർക്കാരിനോട് ഏറ്റുമുട്ടിയിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അദ്ദേഹമാണ് ഇവിടെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കുടുംബസമേതം രാജ്ഭവനിൽ എത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച പോയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ പോലും, പലപ്പോഴും ഇവർ രണ്ടുപേരും പൊതുപരിപാടികളിൽ എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കാതെ പിരിഞ്ഞ സംഭവം വരെ ഉണ്ടായതായി നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യം മാറി വന്നത് പുതിയ ഗവർണറായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ ജനുവരി മാസത്തിൽ ചുമതലയേറ്റതിന് ശേഷമാണ്. വർഷങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം തന്നെ രാജ്ഭവനിലെത്തുകയും അവിടെ അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുകയും തിരിച്ച് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്തത്. പലപ്പോഴും പല വേദികളിലും അദ്ദേഹവും ഗവർണർ ആർലേക്കറും കേരളത്തിനൊപ്പം തന്നെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള പല തീരുമാനങ്ങളും പറയുകയുണ്ടായി. പൂർണ്ണ പിന്തുണ നൽകുന്ന നീക്കങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ കാലമായിട്ട് ഗവർണർ സർക്കാർ പോര് ഒന്ന് തണുത്ത മട്ടായിരുന്നു ആർലേക്കർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ സംഭവിച്ചത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം വീണ്ടും SFI കുറ്റപത്രം സമർപ്പിച്ചതിലൂടെ വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അത്താഴ വിരുന്ന് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തിയിട്ടുള്ളത്.
ദേശീയതലത്തിൽ ഗവർണർമാർക്കെതിരെ കടുത്ത നിലപാടാണ് ഇപ്പോഴും CPM എടുക്കാറുള്ളത് എന്നുള്ളത് നമുക്കും വ്യക്തമായിട്ട് അറിയാറുണ്ട്. അതിനിടെയാണ് BJP-കാരായ ഗവർണർമാരെ ഡിന്നറിനെ മുഖ്യമന്ത്രി ക്ഷണിച്ചതും CPM-ന് നാണക്കേടായി മാറുന്നത്. എന്നാൽ വീണ വിജയനോടൊപ്പം ആഹാരം കഴിക്കേണ്ടി വരുമെന്ന ഭയത്തിൽ ഗവർണർമാർ പിന്മാറുന്നു. ഇതോടെ ആ തലവേദന CPM-നും ഒഴിയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ക്ലിഫ് ഹൗസിൽ നടത്താനിരുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കേണ്ടത് ആദ്യം തീരുമാനിച്ചതും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആയിരുന്നു. വിരുന്ന് തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലാണ് രാജ്ഭവന്റെ നടപടി. മുഖ്യമന്ത്രിയും ഭാര്യയും രാജ്ഭവനിലെത്തിയാണ് ഗവർണറെ വിരുന്നിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ ഗവർണർ വിരുന്നിൽ പങ്കെടുക്കില്ലെന്ന് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ആനന്ദ് ബോസ് ചികിത്സയിലാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസ് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെ അത്താഴ വിരുന്നൊരുക്കിയതിന്റെ സാങ്കേതികത CPM കേന്ദ്ര നേതൃത്വത്തിനും പിടികിട്ടിയിട്ടില്ല. മകൾ ആരോപണ വിധേയയായ കേസ് നിലവിലുള്ളപ്പോൾ പിണറായി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തിയ അനൌദ്യോഗിക കൂടിക്കാഴ്ചയും വിവാദമായിരുന്നു. കൊച്ചി മിനറൽസ് ആൻഡ് റീട്ടെയിൽ ലിമിറ്റഡിന്റെ അനധികൃത പണമിടപാടിനെ കുറിച്ചും ആദായ നികുതി വകുപ്പ് തയ്യാറാക്കിയ കണക്കുകൾ ശരിവെക്കുന്നതാണ് SFIയുടെ ഓരോ ചെറിയ കണ്ടെത്തലുകൾ മുതൽ വലിയ കണ്ടെത്തലുകൾ വരെ. വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും CMRൽ നിന്ന് കൈപ്പറ്റിയ പണത്തെക്കുറിച്ചാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞതെങ്കിൽ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും ലഭിച്ച പണം കൂടി ചേർത്താണ് SFI കണക്കെന്നാണ് വ്യക്തമാകുന്നത്. വീണയ്ക്കും എക്സാലോജിക്കിനും പുറമെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും CMR നൽകിയ പണത്തിന്റെ കണക്കിലേക്കും SFI പോയിട്ടുണ്ട്. പണം കൈപ്പറ്റിയവരുടെ പട്ടിക 2 വർഷത്തോളമായി കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട്. CPM, കോൺഗ്രസ്, CPI, BJP തുടങ്ങിയ പല പാർട്ടികളുടെയും നേതാക്കളും ചില ഉദ്യോഗസ്ഥരും മാധ്യമ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഒരു ഭൂകമ്പ അന്തരീക്ഷത്തിൽ തന്നെ ഇത്തരം മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചകളും ഇരുന്നുമല്ല മറ്റൊരു തലത്തിലേക്ക് വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. പ്രത്യേകിച്ച് കേന്ദ്രവുമായി അടുത്ത് നിൽക്കുന്നവരെ തന്നെ വിളിക്കുന്നതിന് പിന്നിൽ. വിവാദമായ CMRൽ എക്സാലോജിക് മാസപ്പടി പണമിടപാട് സംബന്ധിച്ച കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് പിന്നാലെ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് ഏത് നിമിഷവും പറന്നെത്താമെന്നുള്ള സാഹചര്യമാണുള്ളത്. SFI അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾക്ക് തുടർ നടപടികൾക്കായി കൈമാറിയിട്ടുണ്ടായിരുന്നു. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവർക്കാണ് SFI കുറ്റപത്രത്തിന്റെ പകർപ്പ് കൈമാറിയത്. പ്രതികൾ അന്യായമായി കൈവശപ്പെടുത്തിയ തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ നടപടികൾ ആരംഭിക്കും. നിയമവിരുദ്ധ മാർഗത്തിലൂടെ ലാഭം നേടിയ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പണം തിരിച്ചുപിടിക്കാൻ കമ്പനി ലോ ട്രിബ്യൂണലിന് അധികാരമുണ്ട്. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ SFI സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ പ്രതിമാസം 3 ലക്ഷം രൂപ CMRൽ നൽകിയതായി കമ്പനി രേഖകളിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വീണയുടെയും മൊഴികളിൽ നിന്നും കണ്ടെത്തിയതായി പറയുന്നു. ഇരു കമ്പനികളും തമ്മിൽ സോഫ്റ്റ്വെയർ നൽകുന്നതിന് പുറമെ വാർഷിക പരിപാലന കരാറും ഉണ്ടായിരുന്നെങ്കിലും പ്രത്യേകിച്ച് ഒരു സേവനവും നൽകാതെയാണ് മാസപ്പടിയായി 3 ലക്ഷം രൂപ നൽകിയിരുന്നത്. ഇതിനു പുറമെ മറ്റൊരു 5 ലക്ഷം രൂപയും മാസപ്പടിയായി വീണ നേരിട്ട് കൈപ്പറ്റിയിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ 8 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് CMRൽ കമ്പനി ഒരു സേവനം നൽകാതിരുന്നിട്ടും മാസം തോറും നൽകി പോകുന്നത്.